പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 30 തിങ്കൾ. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിൽ തൊഴിൽ നിയമം ലംഘിച്ച് 18 പ്രവാസികൾ അറസ്റ്റിൽ. നിസ്വ വിലായത്തിൽ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പ്രവാസികളെ പിടികൂടിയത്. നിസ്വ നഗരസഭയുമായി സഹകരിച്ചായിരുന്നു പരിശോധന. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയാണ് മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. തൊഴിൽ നിയമം ലംഘിച്ച് തെരുവ് കച്ചവടം നടത്തിയവരും പിടിയിലായിട്ടുണ്ട്. അറസ്റ്റിലായവരെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ മനാഹ് ആദം വിലായത്തിൽ നിന്നും 100-ൽ പരം പ്രവാസികളെയും സമാന നിയമലംഘനങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിച്ചിരുന്നു. തൊഴിലിടങ്ങളിൽ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. അതേസമയം തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തൊഴിൽ മന്ത്രാലയം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള വിഷൻ 2040ന്റെ ഭാഗമായാണ് പരിശോധന. വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 9042 തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 7612 വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുകയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ ആളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുറൈമി ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിലാണ് മോഷണം നടത്തിയത്. മോഷണ വസ്തുക്കൾ ROP കണ്ടെടുത്തു. പ്രതിക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സുൽത്താൻ അനുശോചന സന്ദേശം അയച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ 9ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബൗഷർ ബ്ലഡ് ബാങ്കിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ തുടർന്നു. 50 പേർ പങ്കെടുത്തു. ഷൗക്കത്ത് പറമ്പി ക്യാമ്പിന് ആശംസകൾ നേർന്നു. നാഷണൽ കോർഡിനേറ്റർ അൻസാർ അബ്ദുൽ ജബ്ബാർ, പ്രസിഡന്റ് സജിമോൻ ജോർജ്, സെക്രട്ടറി ഹബീബ്, ട്രഷറർ ജാൻസൺ ജോസ്, എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ സിദ്ദീഖ്, നിഷാദ്, ബിജു, സതീഷ്, ബൈജു, സച്ചിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരുന്ന വർഷം കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് രക്തദാന ക്യാമ്പ് നടത്തുമെന്നും അടുത്ത വാർഷിക ജനറൽ ബോഡിയിൽ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വടക്കൻ ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് തീയിടുകയും രോഗികളെയും മെഡിക്കൽ സ്റ്റാഫിനെയും നിർബന്ധിതമായി ഒഴിവാക്കുന്നതിനും ഉൾപ്പെടെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. 5 മെഡിക്കൽ സ്റ്റാഫും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗസയെ വടക്കും തെക്കും 2 മേഖലകളാക്കി ഇസ്രായേൽ ആക്രമിക്കുന്നത്. വടക്കൻ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങുമ്പോൾ രോഗികളും ജീവനക്കാരുമടക്കം 350 പേരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. പാലക്കാട് ജില്ലാ സ്നേഹക്കൂട്ടായ്മ കുടുംബസംഗമം ന്യൂ സലാലയിലെ വിമൻസ് ഹാളിൽ വെച്ച് നടന്നു. PSK പ്രസിഡന്റ് നസീബ് വല്ലപ്പുഴയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ അച്യുതൻ പടിഞ്ഞാറങ്ങാടി സ്വാഗതം ആശംസിച്ചു. PSK ചെയർമാൻ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സലാലയിലെ പാലക്കാട് ജില്ലക്കാരായ മുഴുവൻ പ്രവാസികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനസ്സായി നിലകൊള്ളണമെന്നും ഓരോരുത്തരും ഐക്യം എന്നും നിലനിർത്തണമെന്നും സുധാകരൻ പറഞ്ഞു. രാജ്യത്ത് മൊബൈൽ ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷം ഒമാനിലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2024 സെപ്റ്റംബർ അവസാനത്തോടെ ഒമാനിലെ പോസ്റ്റ് പെയ്ഡ് മൊബൈൽ സബ്സ്ക്രിപ്ഷനുകൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 23% വർദ്ധിച്ചിട്ടുള്ളത്. മൊത്തം ഉപഭോക്താക്കളുടെ എണ്ണം 21.6 ലക്ഷം കടന്നു.
അതേസമയം പ്രീപെയ്ഡ് മൊബൈൽ സബ്സ്ക്രിപ്ഷനുകൾ 6% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 50.77 ലക്ഷമായാണ് കുറഞ്ഞിരിക്കുന്നത്. പ്രീപെയ്ഡ് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും ഉൾപ്പെടെ മൊത്തത്തിലുള്ള മൊബൈൽ ഫോൺ സബ്സ്ക്രിപ്ഷനുകളുടെ എണ്ണം 1.2% വർദ്ധിച്ചിട്ടുണ്ട്. മൊബൈൽ സബ്സ്ക്രിപ്ഷനുകളിൽ മൊത്തം 38 ലക്ഷം മൊബൈൽ ഓപ്പറേറ്റർമാർ ഇഷ്യൂ ചെയ്തതും 12 ലക്ഷം റീസെയിൽ ചാനലുകളിൽ നിന്നുള്ളതാണ്. സജീവ മൊബൈൽ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷനുകൾ സെപ്റ്റംബർ അവസാനത്തോടെ 58 ലക്ഷം കടന്നു. ഫിക്സഡ് ഇന്റർനെറ്റ് സബ്സ്ക്രിപ്ഷനുകൾ 2023 സെപ്റ്റംബറിനെ അപേക്ഷിച്ച് 3.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഫിക്സഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ സെക്കൻഡിൽ 256 കിലോബൈറ്റ് വേഗതയിൽ കൂടുതലുള്ളവ 3.5% വർദ്ധിച്ചു. എന്നാൽ കുറഞ്ഞ വേഗതയിലുള്ള ഇന്റർനെറ്റ് സബ്സ്ക്രിപ്ഷനുകൾ കുറവായി തന്നെ തുടരുകയാണ്. പരമ്പരാഗത ഫിക്സഡ് ലൈൻ സബ്സ്ക്രിപ്ഷനുകൾ 25.1%മായാണ് കുറഞ്ഞിരിക്കുന്നത്. പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് ലൈനുകൾ ഉൾപ്പെടെയുള്ള അനലോഗ് ഫിക്സഡ് ലൈൻ സേവനങ്ങൾ 72.6% ഇടിഞ്ഞ് 62,749 സബ്സ്ക്രിപ്ഷനുകളായി. ഇതിനു വിപരീതമായി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സാങ്കേതികവിദ്യയുമായി ബന്ധിച്ചിട്ടുള്ള ഫിക്സഡ് ലൈനുകളുടെ എണ്ണം 10.5% വർദ്ധിച്ച് 3.18 ലക്ഷമായി. ഫിക്സഡ് അനലോഗ് ടെലിഫോൺ ലൈനുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ മസ്കത്തിലാണുള്ളത്. രാജ്യത്തെ ഗവർണറേറ്റുകളിലെ 48% മസ്കത്തിലാണുള്ളത്. ധോഫാറിൽ 10.55%, വടക്കൻ ബാത്തിന 10.85%, ബാക്കിയുള്ള ഗവർണറേറ്റുകളിൽ 30.15%മാണുള്ളത്. ഈ സ്ഥിതിവിവര കണക്കുകൾ ഒമാനിലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗം കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതായാണ് വ്യക്തമാക്കുന്നത്. താമസക്കാർ പോസ്റ്റ് പെയ്ഡ് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് സേവനങ്ങളിലേക്ക് മാറുകയും പരമ്പരാഗത ഫിക്സഡ് ലൈൻ കണക്ഷനുകളുടെ ആവശ്യക്കാർ കുറയുകയും ചെയ്യുന്നതായും ഇത് വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.